ഞാനും അരുണും കൊച്ചും കൂടി പാണൻകുഴിയിലുള്ള ഹരിത ബയോ പാർക്ക് കാണാൻ പോയിട്ടാണ്. അരുണും കുറച്ച് ദിവസമായിട്ട് പാണൻകുഴിയിലായിരുന്നു പണി. അപ്പോൾ അവിടെ ഹരിത ബയോ പാർക്കിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അത് കാണാൻ പോകാമെന്നും പറഞ്ഞ് അവനായിട്ടാ പറഞ്ഞു എന്നോട്. എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ കയറി വരുമ്പോൾ എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ. എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർക്ക് 60 രൂപയും കുഞ്ഞു പിള്ളേർക്ക് ചിൽഡ്രൻസിന് 40 രൂപ കേട്ടോ. അപ്പോൾ എൻട്രൻസ് ഫീസ് കൊടുത്തിട്ട് ഞങ്ങൾ കയറി നിൽക്കുന്നതിന് അക്വേറിയം പോലെ ഇങ്ങനെ കെട്ടിയിട്ടേക്കാം കേട്ടോ. അതിൽ ഓരോ ഫിഷുകളുണ്ട്, ചീങ്കണ്ണി, അലിഗേറ്റർ, വലിയ വലിയ അലിഗേറ്റർ, പിന്നെ ഓരോരോ മീനുകൾ, ഇങ്ങനെ ഓരോരോ ഗപ്പി കുഞ്ഞുങ്ങൾ, പിന്നെ പലതരത്തിലുള്ള മീനുകളുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഞാൻ അവിടെ എഴുതി വെച്ചാണ് പേര് വായിച്ചിട്ടാട്ടോ ആ പേരുകളൊക്കെ പറഞ്ഞത്. ഇതിൻ്റെ പിന്നെ ഈ വെട്ടടിക്കുന്നതായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തപ്പോഴേ മീനുകളുടെ അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടണില്ല. ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, മറന്നും പോയി. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടന്നു പോകുന്നത് ഈ എലിയില്ലേ, വൈറ്റ് കളറുള്ള റാറ്റ്, അതിൻ്റെ കേട്ടോ. അത് ഉള്ള കൂട്ടി കിടക്കുന്ന കുറച്ച് കാണാൻ. പിന്നെ ആമേനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു വെള്ളത്തിൽ ആമ കിടപ്പുണ്ട്. അത് അതിൻ്റെ അറ്റത്ത് പോയി കിടക്കാറുണ്ട് ഞങ്ങൾ വന്ന്. പിന്നെ ഈ മീനിൻ്റെ പേരെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കണില്ല. അതിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പേര് ഞാനത് അത്ര ക്ലിയറായിട്ട് എടുത്തില്ല. ഇതൊക്കെ നല്ല ക്ലിയർ വെള്ളം കേട്ടോ. വെള്ളമൊക്കെ നല്ല ക്ലിയറായിട്ട് നല്ല ശുദ്ധി ഭംഗിയിലൊക്കെ ഇട്ടാണ്. പക്ഷെ നമുക്ക് ഈ വെട്ടടിച്ചാലുള്ള അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത്. ഇതെല്ലാം വെള്ളത്തിൽ ഓരോരോ മീനുകളുണ്ട് കേട്ടോ. ഇതിലൊക്കെ നല്ല നല്ല മീനുകൾ കിടപ്പുണ്ട്. നമുക്ക് കാണാനും ഉണ്ട് മീനുകൾ, പലതരത്തിലുള്ള മീനുകളൊക്കെ. ഈ മീനൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഞാൻ നമ്മൾ അക്വേറിയത്തിൽ മേടിക്കാൻ ചെന്നപ്പോൾ അക്വേറിയം കടയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അല്ല ഞാൻ നോക്കി, പക്ഷേ പേര് എഴുതി വെച്ചിട്ടുണ്ടായില്ല. എഴുതി വെച്ചതിന് മര്യാദയ്ക്ക് നോക്കിയിട്ടുമില്ല ഞാൻ. പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വൈറ്റ് കളറുള്ള എലിയാട്ടോ. ഇതിന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇത് പെട്ടെന്ന് നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴേക്കും കടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അടുത്ത് ഫോണോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടുവന്ന് നമ്മൾ താഴെ നിൽക്കണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കടിക്കാനുള്ള സാധ്യതയുണ്ട്.